എല്ലാ കൂട്ടുകാർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ വെച്ചിട്ട് യൂണിവേഴ്സിന് എന്താണ് പറയാനുള്ളത് എന്നുള്ള ഒരു റീഡിംഗ് ആണ് ഇന്ന് എടുക്കുന്നത്. ഇതിൽ മനസ്സിലാകുന്ന ഒരു കാര്യം, നിങ്ങളുടെ ലൈഫിൽ ഒരു പക്ഷേ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം വിശ്വസിച്ച ഒരു വ്യക്തി നിങ്ങളെ ചതിച്ചുകൊണ്ട് വേറൊരു വഴിക്ക് പോയിരിക്കുകയാണ്. നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ മറക്കാനോ നിങ്ങളുടെ ആ ഒരു പഴയ കാര്യങ്ങൾ ക്ഷമിക്കാനോ പൊറുക്കാനോ ഒന്നും സാധിക്കാതെ നിങ്ങൾ അതിനോട് തന്നെ ചേർന്നിരുന്ന് വളരെ ദുഃഖിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. യൂണിവേഴ്സിന് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ തന്നെ മനസ്സിലിങ്ങനെ ഇട്ട് നമ്മൾ കുറേ ചിന്തിച്ചും അതിനെ തന്നെ മൈനസും പ്ലസും ചെയ്തിട്ട് ഇങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ ആവുമായിരുന്നല്ലോ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണല്ലോ, അങ്ങനെ കുറേ ആലോചിച്ചിട്ടും അത് തന്നെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. ചില സമയത്ത് നമ്മുടെ ഒരു ബുക്കാണ് നമ്മുടെ ലൈഫെങ്കിൽ ഒരു പേജ് മറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ബാക്കിലേക്ക് പോയിട്ട് നോക്കിയിട്ട് കാര്യമില്ല. അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ട ആ പാഠങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ സെക്യൂർ ആക്കുക. ഇനിയും ഒരു ചതിക്കുഴിയിൽ വീഴാതെ, ഇനിയും ആൾക്കാരെ 100% ശരിക്കും നമുക്ക് പൂർണ്ണമായിട്ട് ബോധ്യമില്ലാതെ വെറുതെ വിശ്വസിക്കാതെയൊക്കെ ഇരിക്കുക എന്നുള്ളൊരു കാര്യമാണ് യൂണിവേഴ്സ് പറയുന്നത്. മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ ഇനിയൊരു പുതിയൊരു ചാപ്റ്റർ വരുന്നുണ്ട്. അത് നിങ്ങളുടെ മാരേജ്, അതല്ലെങ്കിൽ പുതിയൊരു വ്യക്തിയെ കണ്ടുമുട്ടുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു ജോലിയായിരിക്കാം. പലപ്പോഴും നമ്മുടെ ലൈഫിൽ നമുക്കറിയില്ല നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കും. പക്ഷേ കർമ്മ കാരണം പലപ്പോഴും നമ്മളുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തീർക്കേണ്ടതായിട്ട് ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്ത് തീർത്തേ പറ്റൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കപ്പെടാൻ വേണ്ടിയിട്ടും നമുക്ക് ലൈഫിൽ ചില തോൽവികളൊക്കെ സംഭവിക്കും, ആഗ്രഹിക്കാൻ പാടില്ലാത്തത് സംഭവിക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഹയർ സെൽഫിലേക്ക് എത്താനുള്ള ഒരു ഉപാധി മാത്രമാണ്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഉടനെ തന്നെ മാറും എന്ന് നമുക്ക് പറയാൻ പറ്റും. നിങ്ങളായിട്ട് ആ ഒരു പുതിയ പാത്തിലേക്ക് പോകണം. നിങ്ങൾക്ക് മുന്നിൽ 2 വഴികളുണ്ട്. നിങ്ങൾ ആ പഴയതിനെ തന്നെ ചേർത്ത് പിടിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ട്. സെക്കൻഡ് കാർഡും പറയുന്നത് അത് തന്നെയാണ്. നിങ്ങൾ ഈ പഴയ ഓർമ്മകളിൽ തന്നെ ഇങ്ങനെ കുടുങ്ങിക്കിടന്നാൽ നിങ്ങൾക്ക് പുതിയ ഒരു വഴി കാണാൻ പറ്റില്ല. മനഃപൂർവ്വം നിങ്ങൾ അതിനെ തന്നെ ഓർത്ത് സെഡോണ മെത്തേഡ് എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങൾ റിലീസ് ചെയ്ത് കളയാണ് വേണ്ടത്. ആ ഒരു കാര്യം, ആ ഒരു വ്യക്തിയെ ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമം, ഒരു ദീർഘശ്വാസം എടുത്ത് ഇങ്ങനെ 3 പ്രാവശ്യം ശ്വസിക്കുക, അങ്ങനെ പുറത്തേക്ക് വിടുക. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് ആശ്വാസം കിട്ടും. പിന്നെ ക്ഷമിക്കുക, ആ ഒരു വ്യക്തിയോട് ക്ഷമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചേക്കുന്നത് വലിയ രീതിയിലൊരു ചീറ്റിങ്ങോ എന്തോ ആണ്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ പോലുള്ള ധൈര്യമില്ല. അപ്പോൾ അങ്ങനത്തെ നിങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്തോ ഒരു വലിയ കാര്യം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വിളിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അഥവാ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ ആലോചിക്കാം എന്താണ് ചെയ്യേണ്ടത് എന്നോർത്തിട്ട്. ഇപ്പോൾ തന്നെ അതിനെക്കുറിച്ച് ആലോചിച്ചൊരു പോസ്റ്റ്മോർട്ടത്തിൻ്റെ ആവശ്യം ഇല്ല. നിങ്ങളുടെ പുതിയ വഴികളിലേക്ക് നിങ്ങൾ പോവുക. ജോലിയോ അല്ലെങ്കിൽ വിവാഹം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അതിലേക്ക് തിരിയുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്.